കേരളത്തിൻ്റെ അത്യുത്തര ഭാഗം ഭാഷകളുടെയും കലകളുടെയും സംസ്കാരങ്ങളുടെയും സംഗമ ഭൂമി എന്ന് വിശേഷിപ്പിക്കുന്ന കേരളത്തിൻ്റെയും കർണാടകത്തിൻ്റെയും അതിർത്തി പങ്കിടുന്നൊരു മണ്ഡലമാണ് മഞ്ചേശ്വരം. എൻ്റെ മണ്ഡലത്തിന് എല്ലാ കാലത്തും കേരളത്തെപ്പോലെ, തെക്കൻ കേരളത്തെപ്പോലെ, മധ്യ കേരളത്തെപ്പോലെ വികസനം പ്രാപിച്ചിട്ടില്ല എന്നൊരു പരാതി എപ്പോഴും എന്നും നിലനിൽക്കുന്നുണ്ട്. ആ പരാതിക്ക് ഒരു പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞത് കേരളത്തിൻ്റെ സ്വന്തം വിഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിൻ്റെ ഡെവലപ്മെൻറ്റ്സിന് വേണ്ടിയുള്ള ഒരാശയമായിരുന്നു 2016 സർക്കാർ കൊണ്ടുവന്ന കിഫ്ബി പദ്ധതി. മഞ്ചേശ്വരത്തിൻ്റെ ചരിത്രമെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ വളരെ വേഗതയിൽ മഞ്ചേശ്വരത്തിൻ്റെ ഡെവലപ്മെൻറ്റ്സിന് ആക്കം കൂട്ടാൻ കഴിഞ്ഞത് 2016 കേരളത്തിന് സമർപ്പിക്കപ്പെട്ട കിഫ്ബി പദ്ധതിയിലൂടെയാണ് എന്ന് നമുക്കൊക്കെ നന്നായിട്ടറിയാം. മഞ്ചേശ്വരത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ അടിസ്ഥാന സൗകര്യത്തിൻ്റെ വലിയ പ്രയാസം അനുഭവിക്കുന്ന അതിർത്തിയിലൊരു മണ്ഡലമാണ്. എല്ലാ വിദ്യാലയങ്ങളിലേക്കും കൃത്യമായ അതിൻ്റെ ഒരു ക്രൈറ്റീരിയ അനുസരിച്ച് 1 കോടി, 3 കോടി, 5 കോടി വീതം എല്ലാ വിദ്യാലയങ്ങളിലേക്കും ലഭിച്ചപ്പോൾ വലിയ രീതിയിൽ കിഫ്ബിയുടെ ധനസഹായത്തോടു കൂടി മഞ്ചേശ്വരത്തിൻ്റെ വിദ്യാലയങ്ങൾ ഹൈടെക്കിലേക്ക് പോകാൻ കഴിഞ്ഞു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്.
അതോടൊപ്പം കോവിഡ് കാലം, അതിർത്തിയെക്കുറിച്ച് എഴുതാതെ ലോകത്തിൻ്റെ ചരിത്രം പൂർത്തിയാവില്ല. കേരളത്തിൽ ആദ്യമായി കോവിഡിലല്ല ഒരാൾ മരിച്ചു പോകുന്നത്. അതിർത്തി കർണാടക ഗവൺമെൻറ് അടച്ചപ്പോൾ 14 പേരാണ് അതിർത്തിയിൽ പിടഞ്ഞു മരിച്ചത്. അന്ന് മഞ്ചേശ്വരത്തിൻ്റെ ഏറ്റവും വലിയ, കാസർഗോഡും മഞ്ചേശ്വരം ഒക്കെ ലോകത്തോട് വിളിച്ചു പറഞ്ഞൊരു കാര്യം ആരോഗ്യരംഗത്ത് സ്വയം പര്യാപ്തതയായിരുന്നു. അന്നാണ് മഞ്ചേശ്വരത്ത് ഏറ്റവും പ്രധാനപ്പെട്ട മങ്ങൽപ്പാടി താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ഹോസ്പിറ്റലിലേക്ക് 14 കോടി രൂപയുടെ ഒരു പുതിയ എല്ലാ സജ്ജീകരണങ്ങളോട് കൂടിയുള്ള കിഫ്ബിയിൽ നിന്ന് ഒരു കെട്ടിടത്തിൻ്റെ പ്രഖ്യാപനമുണ്ടാകുന്നതും ചില ടെക്നിക്കലായിട്ടുള്ള പ്രശ്നം മൂലം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ പദ്ധതി തീർച്ചയായും മഞ്ചേശ്വരത്തെ ആരോഗ്യ മേഖലയിൽ വലിയ കുതിച്ചുചാട്ടത്തിന് ഗുണകരമായ കിഫ്ബിയുടെ ഒരു 14 കോടിയാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. കേരള അസംബ്ലിയിൽ എൻ്റെ ആദ്യത്തെ സബ്മിഷൻ മഞ്ചേശ്വരത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ഏതെങ്കിലും രീതിയിലുള്ള വികസനം ആഗ്രഹിച്ചുകൊണ്ടുള്ള ഒരു സബ്മിഷനാണ് അവതരിപ്പിക്കപ്പെട്ടത്. അതിലെനിക്ക് ലഭിച്ച കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിലെ ഏറ്റവും മികച്ച ഒരു ലീഗൽ സ്റ്റഡി സെൻറ്റർ, നിയമപഠന കേന്ദ്രം മഞ്ചേശ്വരത്തിന് ലഭിച്ചു. തീർച്ചയായും ആ പദ്ധതി ലഭിച്ചപ്പോൾ ആദ്യം LLM തുടങ്ങി, 3S LLB തുടങ്ങിയപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം കേരളത്തിൻ്റെ 14 ജില്ലകളിലെ കുട്ടികൾ മഞ്ചേശ്വരത്തേക്ക് വന്ന നിയമമേഖലയിൽ പഠനം നടത്തുമ്പോൾ അടിസ്ഥാന സൗകര്യത്തെക്കുറിച്ചുള്ള വലിയ ടെൻഷനായിരുന്നു. ഞാൻ MLA ആയതിനു ശേഷം ഈ കഴിഞ്ഞ 2022 നമുക്ക് ആ ക്യാമ്പസിനകത്തേക്ക് ഏറ്റവും മികച്ച 130ഓളം പെൺകുട്ടികൾക്ക് മികച്ച ഹൈടെക് സൗകര്യത്തോടു കൂടിയുള്ള ഒരു ഹോസ്റ്റൽ 14 കോടിയുടെ ലഭിച്ചു എന്നുള്ളത് ആ ലീഗൽ സ്റ്റഡി സെൻറ്ററിൻ്റെ മികച്ച മുന്നേറ്റത്തിന് ഗുണകരമായ കിഫ്ബിയുടെ ഒരു പദ്ധതിയാണ്. ഞാൻ MLA ആയതിനു ശേഷം എൻ്റെ മണ്ഡലത്തിലേക്ക് ലഭിച്ചത് വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. മഞ്ചേശ്വരത്തിൻ്റെ മലയോര ഹൈവേ, കർണാടകയുമായി കണക്ട് ചെയ്യുന്ന മലയോര ഹൈവേയിലേക്ക് മുൻകാലങ്ങളിൽ 2021 മുമ്പേ അന്നത്തെ നമ്മളിന്ന് വിട പറഞ്ഞു പോയ PV അബ്ദുൾ റസാഖ് MLA ആയ ഒരു കാലത്ത് 55 കോടി ആദ്യം ലഭിച്ചു. അതിനുശേഷം ഒരു 84 കോടിയുടെ ഫണ്ട് ലഭിച്ചു. വളരെ മനോഹരമായ, അതിശയിപ്പിക്കുന്ന മലയോര മേഖലയിൽ 2 റോഡുകളാണ് നമുക്ക് ലഭിച്ചത്. അതോടൊപ്പം കാസർഗോഡ് ജില്ലയിലെ വടക്കേ അറ്റത്തുള്ള ഏറ്റവും മികച്ച ഗവൺമെൻറ് കോളേജാണ് രാഷ്ട്രകവി ഗോവിന്ദപ്പൈ മെമ്മോറിയബിൾ മഞ്ചേശ്വരം മെമ്മോറിയൽ ഗവൺമെൻറ് കോളേജ്. ആ കോളേജിൽ ധാരാളം അടിസ്ഥാന വികസന രംഗത്ത് വലിയ രീതിയിലുള്ള ദാരിദ്ര്യം അനുഭവിച്ചിരുന്നു. ആ ക്യാമ്പസിലേക്ക്, കോളേജിലേക്ക് മികച്ചൊരു ഹോസ്റ്റലും, അതോടൊപ്പം രാഷ്ട്രകവി ഗോവിന്ദപ്പൈ കോളേജിൻ്റെ കുട്ടികൾക്ക് ഏറ്റവും മികച്ച ഒരു ഹൈടെക് ലൈബ്രറി സമർപ്പിക്കാൻ വേണ്ടി 5.50 കോടി ആ ക്യാമ്പസിലേക്ക് കിട്ടി. അതിൻ്റെ പൂർത്തിയായി അത് നമുക്ക് സമർപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ രീതിയിൽ ആ ഗവൺമെൻറ് കോളേജിൻ്റെ മുന്നേറ്റത്തിന് ഉപകാരപ്രദമായി മാറിയിട്ടുണ്ട്. മഞ്ചേശ്വരത്തിൻ്റെ നൂറ്റാണ്ടുകളുടെ ഒരു ആവശ്യമായിരുന്നു നമ്മുടെ റെയിൽവേ മേഖലയിലുള്ള ഒരു പ്രയാസം. മേൽപ്പാലം എന്നുള്ളത് ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പ് കേരള പിറവിയുടെ കാലഘട്ടം തൊട്ട് 1957 ആദ്യത്തെ MLA മുതൽ ആവശ്യപ്പെട്ട് നിരന്തരമായി ഉയർത്തിക്കൊണ്ടുവന്ന ഒരു വിഷയമായിരുന്നു. നമുക്കതൊരിക്കലും നടക്കുമോ എന്നുള്ള പ്രതീക്ഷ പോലും അസ്ഥാനത്തായിരുന്നു.
കിഫ്ബിയുടെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് മഞ്ചേശ്വരം റെയിൽവേ ഓവർബ്രിഡ്ജിന് 40 കോടി, അതോടൊപ്പം വസങ്കടിയിലെ റെയിൽവേ ഓവർബ്രിഡ്ജിന് ഒരു 41 കോടി. ഈ 81 കോടി എൻ്റെ മണ്ഡലത്തിലെ 2 ഓവർബ്രിഡ്ജിന് ലഭിച്ചു എന്ന് മാത്രമല്ല, അതിൻ്റെ ടെൻഡറൊക്കെ പൂർത്തിയായി അവസാന ഘട്ടത്തിലാണ്, വർക്ക് തുടങ്ങാൻ പോകുന്നുണ്ട്. മഞ്ചേശ്വരത്ത് അത്യാവശ്യം കലാലയങ്ങളിലേക്ക് പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾ, രോഗിയെ കൊണ്ടുപോകുന്ന ആളുകൾ യാത്ര ചെയ്യുന്ന സമയത്ത് അരമണിക്കൂറൊക്കെ റെയിൽവേ ഗേറ്റ് കാരണം കുടുങ്ങിക്കിടക്കുന്ന വലിയ ഒരു ടെൻഷനാണ് മഞ്ചേശ്വരത്ത് കിഫ്ബിയുടെ 81 കോടിയുടെ 2 പദ്ധതികളിലൂടെ നമുക്ക് ഗുണം ലഭിക്കുന്നത്. അത് മാത്രമല്ല, ഇനിയും ചെറുതും വലുതുമായ ഒരുപാട് പദ്ധതികൾ മഞ്ചേശ്വരത്തിന് കിഫ്ബിയിലൂടെ ലഭിച്ചിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം 2016 കേരളം എല്ലാ കാലത്തും ഇന്ത്യക്ക് വിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും മികച്ച മുന്നേറ്റം നടത്തിയ ഒരു സ്റ്റേറ്റാണ്. ശുചിത്വ രംഗത്ത്, ആരോഗ്യരംഗത്ത് IT വന്നപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി IT സ്റ്റേറ്റായി പ്രഖ്യാപിച്ച ഒരു സ്റ്റേറ്റാണ്. ഇപ്പോഴും നമ്മുടെ സംസ്ഥാനത്ത് സാമ്പത്തികമായി വലിയ രീതിയിൽ നമ്മൾ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുവെങ്കിലും ആ പ്രയാസത്തിന് പല രീതിയിലുള്ള അവഗണനകൾ നമ്മൾ അനുഭവിക്കുമ്പോഴും നമ്മുടെ കേരളത്തിൻ്റെ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ കിഫ്ബിയിലൂടെ നമുക്ക് എല്ലാ മണ്ഡലങ്ങളിലും രാഷ്ട്രീയപരമായി നമുക്ക് പല രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുമ്പോഴും കിഫ്ബി പല മണ്ഡലങ്ങളുടെയും കാലങ്ങളായുള്ള ആവശ്യങ്ങൾ പരിഹരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് കിഫ്ബിയുടെ വലിയ ഒരു നേട്ടമായി കരുതുകയാണ്. തീർച്ചയായും മികച്ച ഒരുപാട് പദ്ധതികൾ ചെറുതും വലുതുമായി എൻ്റെ മണ്ഡലത്തിലേക്ക് ലഭിച്ചിട്ടുണ്ട്. സമയക്കുറവുമല്ല, ഞാനത് മുഴുവനും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ചില പ്രധാനപ്പെട്ട പദ്ധതികളാണ് എടുത്തു പറഞ്ഞത്. കിഫ്ബി തീർച്ചയായും ഒരു അനുഗ്രഹമായി ഈ മേഖലയിൽ ലഭിച്ചു എന്നുള്ളത് വസ്തുതയാണ്. മഞ്ചേശ്വരത്തിന് വിദ്യാഭ്യാസ മേഖലയിൽ, ആരോഗ്യ മേഖലയിൽ, റെയിൽവേ ഓവർബ്രിഡ്ജുകളുടെ കാര്യത്തിൽ, ഹിൽ ഹൈവേയുടെ കാര്യത്തിലൊക്കെ മികച്ച പദ്ധതികൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് നന്ദിയോടുകൂടി ഈ സന്ദർഭത്തിൽ എടുത്തു പറയുകയാണ്. രജത ജൂബിലിയിൽ കിഫ്ബി ഉറപ്പാക്കുന്നു ധനലഭ്യത, ഗുണനിലവാരം, സമയക്രമം.